ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ പരമാധികാര സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് അതാണ് ഇന്ത്യ. ഇന്ത്യൻ ഭരണഘടന ലോകത്തിലെ ഏറ്റവും വലിപ്പമേറിയതും ഉദാത്തമായതുമായ ഭരണഘടനയാണ്. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, ഇന്ത്യയിൽ ജനിച്ചു വളർത്തപ്പെട്ട എല്ലാവരുടെയും ഇന്ത്യ, അതാണ് ഭരണഘടനയുടെ തിളക്കമാർന്ന ആമുഖം. ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാനപരമായ പ്രമാണങ്ങൾ ഏറ്റവും വിലപ്പെട്ടതാണ്. ഒരു പൗരന് എല്ലാ അവകാശങ്ങളും അനുവദിച്ചു നൽകുന്ന അബ്സല്യൂട്ട് റൈറ്റ്, മൗലികമായ അവകാശങ്ങൾ അവന് പ്രദാനം ചെയ്യുന്ന ഇന്ത്യയുടെ ഭരണഘടന. ആ ഇന്ത്യൻ ഭരണഘടന ഒരു ദിവസം ഉണ്ടായി വന്നതല്ല. ഏറെ ചർച്ചകളിലൂടെ, ഏറെ സംവാദങ്ങളിലൂടെ, മാത്രമല്ല പല രാജ്യങ്ങളിൽ നിന്നും കടമെടുത്ത ആശയങ്ങളിലൂടെ രൂപപ്പെട്ടു വന്നതാണ് വിശാലമായ നമ്മുടെ ഭരണഘടനയുടെ മാർഗനിർദ്ദേശക തത്വങ്ങൾ. ഇന്ത്യൻ ഭരണഘടനയുടെ തത്വങ്ങൾക്ക് ബൈബിളുമായിട്ട് എന്താണ് ബന്ധം? ഇന്ത്യൻ ഭരണഘടനയുടെ ദാർശനികമായ പ്രമാണങ്ങൾക്ക് ബൈബിളിൻ്റെ ദാർശനിക അടിത്തറയുമായി എന്താണ് കടപ്പാട്? ഇന്ത്യൻ ഭരണഘടനയുടെ മൗലികാവകാശങ്ങൾക്ക് ബൈബിളിൻ്റെ തത്വങ്ങളുമായി എന്തെങ്കിലും കടപ്പാടുണ്ടോ? ബൈബിളിൻ്റെ തത്വങ്ങൾ ഇന്ത്യൻ ഭരണഘടനയെ സ്വാധീനിച്ചിട്ടുണ്ടോ? അതാണ് നാം പരിശോധിക്കുന്നത്. ഭരണഘടനയുടെ രൂപീകരണത്തിലും അതിൻ്റെ ആശയങ്ങളിലും അതിൻ്റെ ബാഹ്യ സ്വാധീനങ്ങളിലും ബൈബിളിൻ്റെ പങ്ക് എന്താണ്? ഭരണഘടനയുടെ മൗലിക അവകാശങ്ങളെ ബൈബിളിൻ്റെ ദർശനങ്ങൾ എങ്ങനെ സ്വാധീനിക്കുന്നു? അതാണ് നമ്മൾ വിശകലനം ചെയ്യുന്നത്. നമ്മൾ എങ്ങനെ നമ്മളായി. ഇന്ത്യൻ ഭരണഘടനയുടെ ചരിത്രം, അതിൻ്റെ രൂപീകരണ ചരിത്രം വലിയ ഒരു ചരിത്രമാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ. ഏറ്റവും വലിയ ഭൂവിസ്തൃതിയുള്ള ആളുകൾ താമസിക്കുന്ന, അതിൽ നിന്ന് വ്യത്യസ്തമായി വിവിധങ്ങളായ ഭാഷകൾ, ജാതികൾ, ഉപജാതികൾ, മതങ്ങൾ, സംസ്കാരങ്ങൾ, ഇതെല്ലാമുള്ള ഒരു വ്യത്യസ്തത പുലർത്തുന്ന ഒരു രാഷ്ട്രമാണ് ഇന്ത്യ. ലോകത്തിലെ ഇതര രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ത്യയെ വ്യതിരിക്തമാക്കുന്നത് ഇന്ത്യയുടെ ഈ ബഹുസ്വരതയാണ്, പ്ലൂരലിസം. ഈ ബഹുസ്വര രാഷ്ട്രീയമാണ്, ഈ സാംസ്കാരിക ഭിന്നതകളാണ്, ഈ ജാതി ഉപജാതി വൈജാത്യങ്ങളാണ്, ഈ മത വൈരുദ്ധ്യങ്ങളാണ്. ഇത്രയും സങ്കീർണമായൊരു സാമൂഹിക ഘടനയുള്ള ഒരു രാഷ്ട്രം ലോകത്തുണ്ടോ എന്ന് നമുക്കറിയില്ല. ആ രാജ്യമാണ് ഇന്ത്യ. 130-ലധികം കോടി ജനതയുള്ള ഈ രാഷ്ട്രം കാശ്മീർ മുതൽ കന്യാകുമാരി വരെ നീണ്ടു പരന്നു കിടക്കുന്ന വിശാലമായ ഒരു രാജ്യം. 600-ലധികം നാട്ടുരാജാക്കന്മാർ തമ്മിലടിച്ചും വെട്ടിപ്പിടിച്ചും വെല്ലുവിളിച്ചും പോരടിച്ചും ജീവിച്ചിരുന്ന ഒരു രാജ്യം. ആ രാജ്യത്തെ ഒരു ഏകീകൃത രാഷ്ട്രീയ വ്യവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ, ആ രാജ്യത്തെ വിവിധങ്ങളായ സംസ്ഥാനങ്ങളെ ഭാഷയടിസ്ഥാനത്തിൽ ഇന്ത്യൻ യൂണിയനോട് ലയിപ്പിക്കാൻ, വിവിധ സംസ്ഥാനങ്ങളെ രൂപീകരിക്കാൻ ഒക്കെ നമുക്ക് കഴിഞ്ഞു. ഇന്ത്യക്ക് മഹത്തരമായ ഒരു ഭരണഘടനയുണ്ടായി. നമ്മുടെ നാട്ടിൽ പല പ്രാവശ്യം ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ച് ചർച്ച നടന്നുണ്ട്. ഭരണഘടന പ്രതിസന്ധി നേരിടുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഇപ്പോൾ.
ഭരണഘടനയ്ക്കെതിരെ ആളുകൾ സംസാരിച്ചതിൻ്റെ പേരിൽ ഒട്ടനവധി വിവാദങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യൻ ഭരണഘടനയുടെ പ്രത്യേകത എന്താണ്? ഇന്ത്യൻ ഭരണഘടനയുടെ തത്വങ്ങൾ, അതിൻ്റെ പ്രാമാണിക രേഖകൾ എവിടെ നിന്നൊക്കെ കടം കൊണ്ടതാണ്? ഇന്ത്യൻ ഭരണഘടനയെ സ്വാധീനിക്കുന്ന ബാഹ്യമായ ദർശനങ്ങൾ എന്തൊക്കെയാണ്? അതൊരു അക്കാദമിക വിഷയം കൂടിയാണ്. 1929കളിൽ പൂർണ്ണ സ്വരാജ് എന്ന ആശയം ലാഹോറിൽ കൂടിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനം ആവശ്യപ്പെടുകയുണ്ടായി. പിന്നീട് ശക്തമായി 35കളിൽ ഇന്ത്യ സ്വതന്ത്രമാകണമെന്നുള്ള ആശയം കൃത്യമായി അവർ അവതരിപ്പിക്കുകയാണ്. 1945കളായപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പൂർണ്ണ സ്വരാജ് അല്ലെങ്കിൽ സ്വതന്ത്ര ഇന്ത്യ, ഇന്ത്യക്കാരാൽ ഭരിക്കപ്പെടുന്ന ഒരു ഇന്ത്യ, ആ ആശയം ബ്രിട്ടീഷ് ഗവൺമെൻറ് 1945കളിൽ തന്നെ ഈ ആവശ്യം അംഗീകരിക്കുക. 1946 ഡിസംബർ മാസം 6-ാം തീയതി പൂർണ്ണമായ ഭരണഘടനാ അസംബ്ലി നിർമ്മാണ സഭ രൂപീകരിക്കപ്പെട്ട് നിലവിൽ വരുന്നു. 1950 ജനുവരി മാസം 26-ാം തീയതി ഇന്ത്യക്ക് സ്വന്തമായി ഒരു ഭരണഘടന നിലവിൽ വരിക. ഒട്ടനവധി ചർച്ചകളിലൂടെയും സംവാദങ്ങളിലൂടെയുമാണ് വളരെ കനപ്പെട്ടൊരു ഭരണഘടന ഇന്ത്യക്ക് ഉണ്ടാകുന്നത്. ഡോക്ടർ BR അംബേദ്കർ അധ്യക്ഷനായി ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അതിൻ്റെ ഭരണഘടന രൂപം കൊടുക്കുന്നതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണ്. ആ ഭരണഘടന അസംബ്ലിയിൽ വിവിധങ്ങളായ സംസ്ഥാനങ്ങളിൽ നിന്നും പ്രവിശ്യകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടവരും നോമിനേറ്റ് ചെയ്യപ്പെട്ടവരുമെല്ലാം ഉണ്ടായിരുന്നു. ഓരോ വിഷയങ്ങളെക്കുറിച്ചും കൂലങ്കക്ഷമായി തലമുടി നാരിഴ കീറി ഓരോ വിഷയങ്ങളെക്കുറിച്ചും ഭരണഘടന അസംബ്ലിയിൽ ശക്തമായ ചർച്ചകൾ, സംവാദങ്ങൾ നടക്കുകയുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ടാണ് വളരെ തിളക്കമാർന്നൊരു ഭരണഘടന നമുക്ക് ഉണ്ടായത്. ഈ ഭരണഘടന വിവിധങ്ങളായ രാജ്യങ്ങളിൽ നിന്ന് കടം കൊണ്ട പല ആശയങ്ങളും ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതാണ് ഈ വിശകലനത്തിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രീകൃതമായ ഒരു പ്രമേയം എന്ന് പറയുന്നത്. ഇന്ത്യൻ ഭരണഘടനയിലെ പ്രധാനപ്പെട്ട ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, മൗലിക അവകാശങ്ങൾ കടം കൊണ്ടിരിക്കുന്നത് അമേരിക്കൻ ഭരണഘടനയാണ്. അമേരിക്കയുടെ ഭരണഘടനയിൽ ഒട്ടനവധി ആശയങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. ജുഡീഷ്യൽ റിവ്യൂ ഉൾപ്പെടെ അമേരിക്കയിലെ ജുഡീഷ്യറി, അതുപോലെ തന്നെ മൗലികാവകാശങ്ങൾ എല്ലാം കടമെടുത്തിട്ടുണ്ട്. ബ്രിട്ടൻ്റെ പാർലമെൻ്ററി സിസ്റ്റം, പൗരത്വം, സിംഗിൾ സിറ്റിസൺഷിപ്പ് അടക്കമുള്ള വിഷയങ്ങളുണ്ട്. കാനഡയുടെ, ഓസ്ട്രേലിയയുടെ, അയർലൻഡിൻ്റെ, ഫ്രാൻസിൻ്റെ, ജപ്പാൻ്റെ, ദക്ഷിണാഫ്രിക്കയുടെ, സോവിയറ്റ് യൂണിയൻ്റെ വിവിധ രാജ്യങ്ങളുടെ ഭരണഘടനാ ആശയങ്ങൾ കൃത്യമായ പരിശോധനകളിലൂടെയും വിലയിരുത്തലുകളിലൂടെയും ഇന്ത്യൻ ഭരണഘടനയിലേക്ക് ചേർത്ത് വച്ചിട്ടുണ്ട്. അതിൽ പ്രധാനമായി ഞാൻ ഊന്നിപ്പറയുന്ന ഒരു വിഷയം, പ്രധാനപ്പെട്ട ക്രൈസ്തവ രാജ്യങ്ങൾ, അമേരിക്ക, ബ്രിട്ടൻ അല്ലെങ്കിൽ ഓസ്ട്രേലിയ, കാനഡ, അയർലൻഡ്, ഇങ്ങനെ വിവിധങ്ങളായ ക്രൈസ്തവ രാജ്യങ്ങളിലെ ഭരണഘടനയുടെ ആശയങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങളിൽ, നോർത്ത് അമേരിക്കൻ രാജ്യങ്ങളിലെ, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലെ വിവിധങ്ങളായ ആശയങ്ങളുടെ ഒരു ക്രോഡീകരണമാണ് ഇന്ത്യൻ ഭരണഘടനയിൽ ചേർത്ത് വച്ചിരിക്കുന്നത്. അത് ഫണ്ടമെൻ്റൽ റൈറ്റ് ആകട്ടെ, ജുഡീഷ്യറി സിസ്റ്റം, പാർലമെൻ്ററി സിസ്റ്റം, സിറ്റിസൺഷിപ്പ്, റൂൾ ഓഫ് ലോ, പ്രസിഡൻറ്റിൻ്റെയും വൈസ് പ്രസിഡൻ്റെയും ഭരണങ്ങൾ, ഇംപീച്ച്മെൻറ്റ്, വോട്ടിംഗ് സമ്പ്രദായം, അങ്ങനെ വിവിധങ്ങളായ കാര്യങ്ങൾ ഈ ഭരണഘടനയിൽ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. ക്രൈസ്തവ രാഷ്ട്രങ്ങളെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട വിഷയം സ്വാതന്ത്ര്യം അല്ലെങ്കിൽ സമത്വം,
സാഹോദര്യം, മനുഷ്യാവകാശം ഇതെല്ലാം ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രങ്ങളാണ്. അതാണ് പ്രധാനപ്പെട്ട ഒരു സന്ദേശം എന്ന് പറയുന്നത്. സമത്വത്തെക്കുറിച്ചും സാഹോദര്യത്തെക്കുറിച്ചും സ്വാതന്ത്ര്യത്തെക്കുറിച്ചും നമ്മുടെ നാട്ടിൽ ആളുകൾ കൂടുതൽ പറയുന്നത് നമ്മൾ കേട്ടത് ഫ്രഞ്ച് വിപ്ലവത്തോടു കൂടിയാണ്. 1789 മുതൽ 1799 വരെയുള്ള കാലഘട്ടങ്ങളിൽ നടന്ന ഫ്രഞ്ച് റവല്യൂഷൻ എങ്ങനെയാണ് രാജ്യവ്യവസ്ഥയെ അട്ടിമറിച്ചുകൊണ്ട് ഒരു ലിബറൽ ഡെമോക്രസിയുടെ റിപ്പബ്ലിക് രൂപം എങ്ങനെയാണ് രൂപീകരിച്ചത്. ഇക്വാളിറ്റി, ഫ്രട്ടേണിറ്റി ആൻഡ് ലിബർട്ടി, സമത്വം, സാഹോദര്യം, സ്വാതന്ത്ര്യം, ഈ ആശയങ്ങൾ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ മുദ്രാവാക്യങ്ങളാണ്, അല്ലെങ്കിൽ ഫ്രഞ്ച് ബൂർഷാസികളുടെ മുദ്രാവാക്യങ്ങളാണ് എന്നാണ് നമ്മുടെ ഇടയിൽ പറയുന്നത്. ചരിത്രം അങ്ങനെയാണ്. എന്നാൽ 1789 ഫ്രഞ്ച് വിപ്ലവത്തിൽ രൂപപ്പെട്ടു വന്ന സമത്വം, സാഹോദര്യം, സ്വാതന്ത്ര്യം, ഈ സന്ദേശം, ആ മുദ്രാവാക്യം അവിടെ കേൾക്കുന്നതിന് മുമ്പ് തന്നെ സമത്വത്തെക്കുറിച്ചും സ്വാതന്ത്ര്യത്തെക്കുറിച്ചും സാഹോദര്യത്തെക്കുറിച്ചും പറഞ്ഞിട്ടുള്ള ഒരു പുസ്തകമാണ് ബൈബിൾ. BC 1400 മുതൽ AD 90-95 വരെയുള്ള കാലഘട്ടങ്ങളിൽ എഴുതപ്പെട്ട പുരാതനമായ ഒരു ഏൻഷ്യൻ്റ് സ്ക്രിപ്ചറാണ്, ഗ്രന്ഥമാണ് ബൈബിൾ. ബൈബിളിൻ്റെ ആകത്തുക, ബൈബിളിൻ്റെ ദർശനത്തിൻ്റെ കേന്ദ്രീകൃത പ്രമേയം ഇക്വാളിറ്റി, ഫ്രട്ടേണിറ്റി, ലിബർട്ടിയാണ്. സൃഷ്ടിപ്പിൽ തന്നെ സമത്വമാണ്. സെൻറ്റ് പോളിൻ്റെ, പൗലോസ് ശ്ലീഹായുടെ പ്രസിദ്ധമായ ഏഥൻസിലെ സ്പീച്ചുണ്ട്, അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 17-ാം അധ്യായത്തിൽ. അവിടെ പറയുന്നു, മെയ്ഡ് ബൈ ഔട്ട് ഓഫ് വൺ ബ്ലഡ്, സകല മനുഷ്യരെയും ഒരു രക്തത്തിൽ നിന്ന് സൃഷ്ടിച്ചു എന്നാണ് ബൈബിളിൻ്റെ നരവംശാസ്ത്രം പറയുന്നത്. ആദ്യത്തെ പുസ്തകമായ ഉൽപ്പത്തി പുസ്തകത്തിലും അവരെ ആണും പെണ്ണുമായി സൃഷ്ടിക്കുന്നു. സൃഷ്ടിപ്പിൽ തന്നെ സമത്വമാണ്. ഒരാളെ തലയിൽ നിന്നും, ഒരാളെ അരയിൽ നിന്നും, ഒരാളെ കാലിൽ നിന്നുമല്ല. അത് സൃഷ്ടിപ്പിൽ തന്നെ അസമത്വമാണ്. സൃഷ്ടിപ്പിൽ തന്നെ സമത്വം, ഈക്വലാണ്. ആണും പെണ്ണുമായി അവരെ സൃഷ്ടിക്കുന്നു. അതാണ് ബൈബിളിൻ്റെ സമത്വ സന്ദേശം എന്ന് പറയുന്നത്. ഗലാത്യ ലേഖനത്തിലും കൊലൂസ ലേഖനത്തിലും കൃത്യമായി പറയുന്നുണ്ട്, ക്രിസ്തുവിൽ യഹൂദനെന്നും യവനനെന്നുമില്ല, റേസ് ഡിസ്ക്രിമിനേഷൻ ഇല്ല. ക്രിസ്തുവിൽ ദാസനെന്നും സ്വതന്ത്രനെന്നുമില്ല, സോഷ്യൽ എക്കണോമിക്കൽ ഡിസ്ക്രിമിനേഷൻ ഇല്ല. ക്രിസ്തുവിൽ ആണെന്നും പെണ്ണെന്നുമില്ല, ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഇല്ല. കൊലൂസ് ലേഖനത്തിലും പറയുന്നുണ്ട്, ക്രിസ്തുവിൽ ഈ വൈജാത്യങ്ങളില്ലെന്ന്. ഒരു തരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻ, സെഗ്രിഗേഷൻ, ഹൈറാർക്കിയോ പീട്രിയാർക്കിയോ, ഒരു തരത്തിലുള്ള മേധാവിത്വ വാസനകൾ ബൈബിൾ അംഗീകരിക്കുന്നില്ല. ബൈബിളിൻ്റെ സന്ദേശം സമത്വമാണ്. ബൈബിളിൻ്റെ ദാർശനിക അടിത്തറ ട്രയൂണിറ്റിയാണ്, വിശുദ്ധ തൃത്വമാണ്. തൃത്വത്തിൽ ഹൈറാർക്കിയില്ല, കോ ഈക്വൽ, കോ എറ്റേണൽ ആൻഡ് കോ എക്സിസ്റ്റൻസ്. അതുപോലെ സഭയിലുമില്ല, ഫാമിലിയിലുമില്ല, സ്റ്റേറ്റിലും രാഷ്ട്രത്തിലുമില്ല. അതാണ് തുല്യ ആളത്വങ്ങൾ എന്നുള്ളതാണ് ബൈബിളിലെ ദൈവിക സങ്കല്പം. ആ തുല്യത സഭയിലും കുടുംബത്തിലും രാഷ്ട്രത്തിലും ഉണ്ടാകണം എന്ന് ബൈബിൾ ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ മോറൽ കോൺസെപ്റ്റാണ് ചർച്ചും സ്റ്റേറ്റും ഫാമിലിയുമെല്ലാം. അവിടെയും തുല്യത നിലനിൽക്കണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഫ്രട്ടേണിറ്റി, സാഹോദര്യം, പരസ്പരം സഹോദരങ്ങളായി കാണുക. ദൈവം എല്ലാവർക്കും പിതാവ്. ആ ദൈവത്തിൻ്റെ മക്കളാണ് നമ്മൾ. നമ്മളെല്ലാവരും സഹോദരങ്ങളാണ്. നമ്മളെല്ലാവരും സഹോദരങ്ങളാണ്. ഇതാണ് ബൈബിളിൻ്റെ സന്ദേശം. ദൈവം നമുക്ക് പിതാവും നമ്മളെല്ലാവരും സഹോദരങ്ങളും. ബ്രദർഹുഡ്. അതുകൊണ്ട് വസ്ത്രം പിടിച്ചാൽ പുതപ്പൂടെ വിട്ടുകൊടുക്കണം. ഒരു മൈൽ നടക്കാൻ വിളിച്ചാൽ ഇരട്ടി നടക്കണം. ഒരു കന്നത്തടിക്കുന്നവനെ മറ്റേ കണ്ണം കൂടി കാണിച്ചു കൊടുക്കണം. വാൾ ഉറയിലിടുക. വാളെടുക്കുന്നവൻ വാളാൽ നശിക്കും. സഹോദരൻ നിന്നെ തന്നെ സ്നേഹിക്കുക, ശത്രുക്കളെ സ്നേഹിക്കുക. ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ തിന്മാൻ കൊടുക്കുക, അവന് ദാഹിക്കുന്നുവെങ്കിൽ കുടിക്കാൻ കൊടുക്കുക. ഇതാണ് ബൈബിളിൻ്റെ സാഹോദര്യം എന്ന് പറയുന്നത്. ബൈബിളിൻ്റെ സ്വാതന്ത്ര്യം,
എല്ലാവർക്കും സ്വാതന്ത്ര്യം. ബൈബിളിൽ യോവേൽ സംവത്സരം എന്ന് പറയുന്നൊരു ഉത്സവമുണ്ട്. 7 ശബത്താണ്ടായി 7 സംവത്സരം കഴിയുന്ന ജൂബിലി വർഷം. ടു പ്രൊക്ലെയിം ലിബർട്ടി, നിരുപാധികമായ സ്വാതന്ത്ര്യമാണ് എല്ലായിടത്തും സ്വാതന്ത്ര്യം. അടിമകൾക്ക് സ്വാതന്ത്ര്യം. റിഡംഷൻ ഓഫ് സ്ലേവ്, റിഡംഷൻ ഓഫ് പ്രോപ്പർട്ടി. അടിമകളുടെ വീണ്ടെടുപ്പും അവകാശങ്ങളുടെ വീണ്ടെടുപ്പുമാണ്. എല്ലാവർക്കും സ്വാതന്ത്ര്യം. അടിമകൾ തങ്ങളുടെ വീട്ടിലേക്ക് പോകാം, ജയിലിൽ കിടക്കുന്നവർക്ക് തങ്ങളുടെ വീട്ടിലേക്ക് പോകാം. ടു റിട്ടേൺ ടു ഹിസ് ഓൺ പ്രോപ്പർട്ടി. ഇതാണ് ബൈബിളിൻ്റെ സ്വാതന്ത്ര്യം. സത്യമറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ബൈബിൾ എത്തപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം അടിമകൾക്ക് സ്വാതന്ത്ര്യം, വിവിധങ്ങളായ മർദ്ദനങ്ങളിൽ കിടക്കുന്ന സമൂഹത്തിന് സ്വാതന്ത്ര്യം നൽകുന്നതാണ് ബൈബിളിൻ്റെ സന്ദേശം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇക്വാളിറ്റിയും ഫ്രട്ടേണിറ്റി, ലിബർട്ടി, സമത്വം, സാഹോദര്യം, സ്വാതന്ത്ര്യം ഫ്രഞ്ച് വിപ്ലവത്തോടെ മാത്രം കേട്ട സന്ദേശമല്ല. അത് ബൈബിൾ മുന്നോട്ട് വെച്ച ഒരു മാനവികതയുടെ സന്ദേശമാണ്. യൂറോപ്യൻ രാജ്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കൂ. ഇന്ന് ലോകത്തിലെ ക്രൈസ്തവ രാജ്യങ്ങളെ ശ്രദ്ധിക്കൂ. ലോകത്തിലെ ക്രൈസ്തവ രാജ്യങ്ങളിലാണ് ലിബറൽ ഡെമോക്രസി നിലനിൽക്കുന്നത്. ആ രാജ്യങ്ങളിലാണ് ഇന്ന് ജനാധിപത്യം നിലനിൽക്കുന്നത്. അവിടെയാണ് സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമുള്ളത്. അവിടെയാണ് സ്ത്രീകൾക്ക് തൊഴിലുള്ളത്. അവിടെയാണ് ജോലി ചെയ്യുന്നവർക്ക് നല്ല കൂലിയുള്ളത്. അവിടെയാണ് ഡെവലപ്മെൻ്റ് ഉള്ളത്. അവിടെയാണ് GDP ഗ്രോത്ത് ഉള്ളത്. അവിടെയാണ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ്, മാനുഷിക വികസനം നടക്കുന്നത്. അവിടെയാണ് വിദ്യാഭ്യാസപരമായി, സാംസ്കാരികമായി ആളുകൾ വളരുന്നത്. അവിടെയാണ് നല്ല യൂണിവേഴ്സിറ്റികൾ, ഹോസ്പിറ്റലുകൾ ഉള്ളത്. അവിടെയാണ് നല്ല ഷോപ്പിംഗ് മാളുകൾ ഉള്ളത്. അവിടെ പട്ടാള അട്ടിമറികളില്ല, അവിടെ ലഹളകളില്ല, അവിടെ അടിയന്തരാവസ്ഥകളില്ല. ആ രാജ്യങ്ങളിൽ സുഗമമായ ഭരണം നിലനിൽക്കുന്നതിൻ്റെ, ജനാധിപത്യം നിലനിൽക്കുന്നതിൻ്റെ, വോട്ടിംഗ് സമ്പ്രദായം നിലനിൽക്കുന്നതിൻ്റെ കാരണം ആ രാജ്യങ്ങൾ ക്രൈസ്തവ രാഷ്ട്രങ്ങളായതുകൊണ്ട് മാത്രമാണ്. എന്തുകൊണ്ടാണ് ക്രൈസ്തവ രാജ്യങ്ങളിൽ ഈ സ്ത്രീകൾക്കും സ്വാതന്ത്ര്യം, കുട്ടികൾക്ക് സ്വാതന്ത്ര്യം, തൊഴിലാളികൾക്ക് സ്വാതന്ത്ര്യം, തൊഴിൽ സ്വാതന്ത്ര്യം, നല്ല വേതന വ്യവസ്ഥ, സഞ്ചാര സ്വാതന്ത്ര്യം, ലിബറൽ ഡെമോക്രസി നിലനിൽക്കുന്നതിൻ്റെ കാരണം എന്താണ്? അത് ബൈബിളിൻ്റെ ദർശനത്തിൽ, ബൈബിളിൻ്റെ മാനവികതയിൽ, അതിൻ്റെ അടിത്തറയിൽ ആ രാഷ്ട്രം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെയാണ്. ക്രൈസ്തവ രാജ്യങ്ങളിൽ നിലനിൽക്കുന്ന വികസനത്തിൻ്റെ, വിദ്യാഭ്യാസത്തിൻ്റെ, അവിടുത്തെ എല്ലാ തരത്തിലുള്ള വളർച്ചയുടെ, പുരോഗമനത്തിൻ്റെ കാരണം അതാണ്. ശാസ്ത്ര വളർച്ച, ആധുനിക ശാസ്ത്രത്തിൻ്റെ ശില്പികൾ, ആധുനിക ശാസ്ത്രത്തിൻ്റെ പ്രചാരകർ, വൈദ്യശാസ്ത്രത്തിൻ്റെ, ഗണിതശാസ്ത്രത്തിൻ്റെ, സാഹിത്യം, വിവിധ മേഖലകളിൽ സർവതല സ്പർശിയായ വികസനം ഇന്ന് ക്രൈസ്തവ രാജ്യങ്ങളിൽ നടക്കുന്നതിൻ്റെ കാരണം ആ രാജ്യത്ത് അവർ സ്വീകരിച്ച ഭരണഘടനയിൽ ഇതെല്ലാം ഉൾച്ചേർത്തിട്ടുണ്ട്. ആ ഭരണഘടനയെ സ്വാധീനിച്ചത് ആ രാജ്യങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച ബൈബിളിൻ്റെ സന്ദേശമാണ്, ബൈബിളിൻ്റെ മാനവികതയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ബൈബിളിൻ്റെ സന്ദേശം ഇക്വാളിറ്റി, ഫ്രട്ടേണിറ്റി, ലിബർട്ടിയാണ്. എല്ലാ ലോയും റോമൻ ലോയിൽ നിന്നാണ് വരുന്നത്. റോമൻ ലോ എല്ലാ ലോയുടെയും മാതാവെന്നാണല്ലോ പറയുന്നത്. റോമൻ ലോ മൊസൈക് ലോയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മൊസൈക് ലോ ഹമ്മുറാബി കോഡുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മൊസൈക് ലോ ആരാണ് ദൈവം കൊടുത്തത്? ദൈവം കൊടുത്തതാണ്. പഞ്ചഗ്രന്ഥങ്ങളിൽ കൃത്യമായി മോസസിന്, പഴയ നിയമത്തിന് മധ്യസ്ഥനായ മോശയ്ക്ക്, ഇസ്രായേൽ രാഷ്ട്രത്തിൻ്റെ സ്ഥാപകനായ മോസസിന് ദൈവം കൈമാറിയ ഏറ്റവും വിലപ്പെട്ട പ്രമാണങ്ങളാണ് മൊസൈക് ലോ, മൊസൈക് ലോ, റോമൻ ലോ. അതിൽ നിന്നും വിവിധ ഭരണഘടനകൾ, വിവിധ രാജ്യങ്ങൾ വികസിപ്പിച്ചെടുക്കുകയാണ്. ഹമ്മുറാബി കോഡിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് ഈ പുരാതനമായ ഒരു നിയമവ്യവസ്ഥയാണ്. അതുകൊണ്ട് ഈ നിയമവ്യവസ്ഥ, ബൈബിളിൻ്റെ നിയമങ്ങൾ, ബൈബിളിൻ്റെ കൃത്യമായ മനുഷ്യാവകാശ പ്രഖ്യാപനങ്ങൾ നാം തിരിച്ചറിയേണ്ടതായിട്ട് ഉണ്ട്. ഇന്ത്യൻ ഭരണഘടനയുടെ ദാർശനികമായ അടിത്തറ എന്താണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പറയുന്നത് ബി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നാണ്. ഒരു മതത്തിൻ്റെ പേരിലല്ല,
ദൈവത്തിൻ്റെ പേരിൽ ആരംഭിക്കണമെന്ന് ചർച്ചയുണ്ടായി. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ആരംഭിക്കേണ്ടത് ദൈവത്തിൻ്റെ പേരിൽ ആരംഭിക്കണം. ദ നെയിം ഓഫ് ഗോഡ്, ദ നെയിം ഓഫ് ഓൾമൈറ്റി ഗോഡ് എന്ന് ആരംഭിക്കണമെന്ന് പറഞ്ഞ ആളുകളുണ്ടായിരുന്നു. അത് വോട്ടിനിട്ട് തള്ളി. ദൈവത്തിൻ്റെ പേരിലല്ല ആരംഭിക്കേണ്ടത്, ഒരു വ്യക്തിയുടെ പേരിലല്ല, ഒരു മതങ്ങളുടെ പേരിലല്ല. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, ഈ രാജ്യത്ത് ജനിക്കുന്ന എല്ലാവരുടെയും ഇന്ത്യ. അതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ തത്വം എന്ന് പറയുന്നത്. ആ ഇന്ത്യൻ ഭരണഘടനയുടെ പ്രധാനപ്പെട്ട ദർശനങ്ങൾ ആർട്ടിക്കിൾ 14-15, ഇക്വാളിറ്റി ബിഫോർ ലോ, റൈറ്റ് ടു ഇക്വാളിറ്റി, എല്ലാവരും നിയമത്തിന് മുമ്പിൽ തുല്യരാണ്. ഇക്വാളിറ്റി ബിഫോർ ലോ, ഇക്വാളിറ്റി ബിഫോർ ഗോഡ്, എല്ലാവരും ദൈവത്തിന് മുമ്പിൽ തുല്യരാണെന്നുള്ളതാണ് ബൈബിളിന്റെ വ്യവസ്ഥ. എല്ലാവരും നിയമത്തിന് മുമ്പിൽ തുല്യരാണെന്നുള്ളതാണ് ആർട്ടിക്കിൾ 14. ആർട്ടിക്കിൾ 15 റേസിന്റെ, ജാതിയുടെ, മതത്തിന്റെ, ജന്മസ്ഥലത്തിന്റെ, ലിംഗത്തിന്റെ പേരിൽ ഒരു ഡിസ്ക്രിമിനേഷനും പാടില്ല. റേസിന്റെ, ബർത്ത് പ്ലേസിന്റെ, റിലിജിയന്റെ, ജെൻഡറിന്റെ, ഇതിൻ്റെ ഒന്നും പേരിൽ ഒരു തരത്തിലുള്ള ഡിസ്ക്രിമിനേഷനും ഒരു വ്യക്തിയോട് ഭരണകൂടം, രാഷ്ട്രം കാണിക്കാൻ പാടില്ല. എല്ലാ തരത്തിലുള്ള വിവേചനങ്ങളും കുറ്റമാണ്, ക്രിമിനൽ കുറ്റമാണ്. അതാണ് ആർട്ടിക്കിൾ 15. ആർട്ടിക്കിൾ 17 അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റിയാണ്, ഐത്തത്തിന് നിർമ്മാർജ്ജനമാണ്. എല്ലാ തരത്തിലുള്ള തീണ്ടലും ഐത്തത്തിന്റെ വിവിധ രൂപത്തിലുള്ള ആചരണങ്ങൾ ആർട്ടിക്കിൾ 17 കൃത്യമായി നിരാകരിക്കുന്നു. അത് നമ്മുടെ നാട്ടിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ്. ഒരു വ്യക്തിയെ ശുദ്ധാശുദ്ധത്തിന്റെ പേരിൽ, അശുദ്ധിയുടെ പേരിൽ, ഒരു ശരീരം ശുദ്ധമാണ്, മറ്റൊരു ശരീരം അശുദ്ധമാണ്. ആ ശുദ്ധാശുദ്ധ നിയമങ്ങളുടെ പേരിൽ, ആചാരവിശുദ്ധിയുടെ പേരിൽ ആരെങ്കിലും ഒഴിവാക്കുന്നുണ്ടെങ്കിൽ അത് ഐത്തത്തിൻ്റെ ഒരു രൂപമാണ്. ആർട്ടിക്കിൾ 17 കൃത്യമായി എതിർക്കുന്നുണ്ട്. ആർട്ടിക്കിൾ 25 മുതൽ സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. റൈറ്റ് ടു ഫ്രീലി, കൃത്യമായി സ്വാതന്ത്ര്യത്തെക്കുറിച്ച്. അത് മതസ്വാതന്ത്ര്യം. ആർക്കും ഒരു വ്യക്തിയുടെ വിശ്വാസത്തെ, ദൈവിക സങ്കല്പങ്ങളെ, ദൈവശാസ്ത്രങ്ങളെ, തത്വചിന്തകളെ ആർക്കും എന്ത് വിശ്വസിക്കാനും കൊണ്ടു നടക്കാനുമുള്ള സ്വാതന്ത്ര്യം ഈ രാജ്യത്തുണ്ട്. റൈറ്റ് ടു ഫ്രീലി പ്രൊഫസ്, പ്രാക്ടീസ് ആൻഡ് പ്രൊപ്പഗേറ്റ്. അത് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ, പ്രചരിപ്പിക്കാനും പ്രാക്ടീസ് ചെയ്യാനും വിശ്വസിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഈ രാജ്യത്ത് ഉണ്ട്. ആർട്ടിക്കിൾ 25 മതം മാറ്റത്തിലേക്ക് നയിക്കപ്പെടുമോ എന്നുള്ള ഡിബേറ്റും കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ ഉണ്ടായി. ഡോക്ടർ ബി ആർ അംബേദ്കർ പറഞ്ഞത് മതം മാറാൻ സ്വാതന്ത്ര്യം ഉണ്ടാകണം, അതാണ് ഡെമോക്രസി. ജനാധിപത്യം ചലനാത്മകമായിരിക്കണം. ഇഷ്ടമുള്ള വിശ്വാസം, ഇഷ്ടമുള്ള രാഷ്ട്രീയം, ഇഷ്ടമുള്ള പ്രത്യയശാസ്ത്രം, ഇഷ്ടമുള്ള ചിന്താധാരകളെ സ്വീകരിക്കാനും തള്ളാനും പുറന്തള്ളാനും കൈക്കൊള്ളാനും ശാംശീകരിക്കാനും ഒരു പൗരന് സ്വാതന്ത്ര്യമുണ്ടാകണം. അതാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. അത് പറഞ്ഞ് അംബേദ്കർ തന്നെ പിന്നീട് മതം മാറിയതായിട്ട് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പം അതുകൊണ്ട് ആർട്ടിക്കിൾ 25 മുതൽ കൃത്യമായി മതസ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുന്നു. 26 ആ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതുകൊണ്ട് ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന തത്വം ഈ തുല്യതയാണ്. മനുസ്മൃതി കത്തിച്ചുകൊണ്ടാണ് അംബേദ്കർ പറയുന്നത്. എല്ലാ തരത്തിലുള്ള തുല്യതയും നിഷേധിക്കുന്ന മനുസ്മൃതി കത്തിച്ചുകൊണ്ട് അംബേദ്കർ പറയുകയാണ്, എന്താണ്, എല്ലാവരും തുല്യരാണെന്നുള്ള ഭരണഘടന ഞാൻ നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നു. അതുകൊണ്ട് ഭരണഘടന ഈ നാട്ടിലെ ഐത്തജാതിക്കാരന്, പാവപ്പെട്ടവന്, സാധാരണക്കാരന് ഒരു സെക്യുലർ ഐഡന്റിറ്റി നൽകിയത് ഭരണഘടനയാണ്. ആ ഭരണഘടന അടിസ്ഥാന തത്വം സമത്വമാണ്, സാഹോദര്യമാണ്, സ്വാതന്ത്ര്യമാണ്, പൊളിറ്റിക്കൽ ഡെമോക്രസിയാണ്. എല്ലാവർക്കും തുല്യതയുണ്ട്. എല്ലാവരുടെയും വോട്ടിന് തുല്യ മൂല്യമാണുള്ളത്. പക്ഷെ സോഷ്യൽ ഡെമോക്രസിക്ക് തടസ്സം കാസ്റ്റാണ്. അതിനെ മറികടക്കേണ്ടതായിട്ടുണ്ട്. പൊളിറ്റിക്കൽ ഡെമോക്രസിയും സോഷ്യൽ ഡെമോക്രസിയും സാമ്പത്തിക സ്വാതന്ത്ര്യവും, ഡിഗ്നിറ്റി, പരസ്പരം ബഹുമാനിക്കുക, എല്ലാവരുടെയും അന്തസ്സിനെ അംഗീകരിക്കുക, അത് ഭരണഘടന അടിസ്ഥാന തത്വമാണ്. അത് ബൈബിളിൻ്റെ അടിസ്ഥാന തത്വമാണ്. ആ ബൈബിളിൻ്റെ ദർശനമാണ് യൂറോപ്യൻ രാജ്യങ്ങൾ, ക്രൈസ്തവ രാജ്യങ്ങൾ സ്വീകരിച്ചത്.
അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയും എല്ലാ ക്രൈസ്തവ രാജ്യങ്ങളുടെ അതുപോലെ തന്നെ എല്ലാ വികസിത രാജ്യങ്ങളുടെയും ഭരണഘടനയിൽ അതാണ് അവർ ഏറ്റെടുത്തത്. അതിലേക്ക് അവരെ നയിച്ചത് ബൈബിളിൻ്റെ ദർശനമാണ്. ബൈബിളിൻ്റെ സമത്വത്തിലും സാഹോദര്യത്തിലും സ്വാതന്ത്ര്യത്തിലും പരസ്പരം മനുഷ്യനെ ബഹുമാനിക്കാനുള്ള, മനുഷ്യൻ്റെ ഡിഗ്നിറ്റിയെ അംഗീകരിക്കാനുള്ള ബൈബിളിൻ്റെ മാനവികത, ബൈബിളിൻ്റെ സമത്വ ദർശനമാണ്, ബൈബിളിൻ്റെ മനുഷ്യാവകാശ കാഴ്ചപ്പാടുകളാണ് ഈ ഭരണഘടനകൾ രൂപീകരിച്ചപ്പോൾ അവരെ പ്രേരിപ്പിച്ച ഘടകം. ഇന്ത്യൻ ഭരണഘടനയും അതിൻ്റെ കാഴ്ചപ്പാടുകളും ദർശനങ്ങളും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് ഈ രാഷ്ട്രത്തെ രൂപപ്പെടുത്തിയ, ഈ രാഷ്ട്രത്തെ നിയന്ത്രിക്കുന്ന ഭരണഘടനയ്ക്കും ബൈബിളിനോടും ബൈബിളിൻ്റെ പ്രചാരകരോടും കടപ്പാടുണ്ട്. ഭരണഘടന അസംബ്ലിയിൽ തന്നെ ബാരിസ്റ്റർ ജോൺ ജോസഫിനെ പോലെ, ടി.എം. വർഗീസിനെ പോലെ, അമിത കൗറിനെ പോലെ, ജെ.എം. നിക്കോൾസ് റോയിയെ പോലെയുള്ള, പി.ടി. ചാക്കോയെ പോലെയുള്ള, സി.എം. സ്റ്റീഫനെ പോലെയുള്ള അനവധി ക്രൈസ്തവരായ നേതാക്കന്മാരും പങ്കെടുത്ത ഭരണഘടനാ അസംബ്ലിയിൽ കൃത്യമായ സംവാദങ്ങൾ രൂപപ്പെടുത്തിയ ഭരണഘടന ഏറ്റവും വിലപ്പെട്ടതാണ്. ആ ഭരണഘടന അടിസ്ഥാന തത്വങ്ങൾക്ക്, മാർഗനിർദ്ദേശക തത്വങ്ങൾക്ക് ബൈബിളിൻ്റെ ദർശനങ്ങളോട് ബന്ധമുണ്ട്, കടപ്പാടുണ്ട്. അതാണ് ബൈബിളിൻ്റെ സത്യം, ഭരണഘടനയുടെ സത്യം. അത് നാം തിരിച്ചറിയുക.